ഗുരുവായൂരപ്പന്റെ പരദേവതാസ്ഥാനം കൂടിയുള്ള ഒരു ഭഗവതിയാണ് എടത്തിരിക്കത്താവ് ഭഗവതി. നമ്മൾ പോയി തൊഴുന്ന അമ്മ ഭഗവാന്റെ സഹോദരി ഭാവാന്നും പറയാറുണ്ട്, ഭഗവാന്റെ പരദേവതാ ഭാവാണെന്നും പറയാറുണ്ട്. ഓരോരുത്തരും വ്യത്യസ്തരാണെന്നുള്ളത് എത്രയോ കാലം മുമ്പ് ഐഡന്റിഫൈ ചെയ്ത ആൾക്കാരാണ് ഭാരതീയ ഋഷി. എനിക്ക് കണക്റ്റഡ് ആവുന്ന ഒരു മോഡൽ ആയിരിക്കില്ല ചിലപ്പോൾ മറ്റൊരാൾക്ക് കണക്റ്റഡ് ആവുക. സോ ഹി ക്യാൻ ചൂസ് ഹിസ് ഓൺ മോഡൽ. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതി എടുക്കാം. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഭേദഭാവം പാടില്ല എന്നേ ഉള്ളൂ. എൻ്റെ വഴി മാത്രമാണ് ശരി, നിൻ്റെ വഴി മാത്രമാണ് ശരി എന്നുള്ള ഭേദഭാവം ഇല്ലാതെ എല്ലാവരും സഞ്ചരിച്ചെത്തുന്നത് ഒരു സ്ഥലത്തേക്ക് തന്നെയാണെന്നുള്ള ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു കോൺസേർട്ടിന് കിട്ടുന്ന അത്രയും ഓഡിയൻസ് സാധാരണ സത്സംഗങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിരുന്നു. പക്ഷേ ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്ന് പാട്ട് പാടി. എന്താ പാടിയ? മനോഹരി രാധേ രാധേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ പാടി അല്ലേ? അപ്പൊ എല്ലാവരും നിന്നിട്ട് എന്ത് ചെയ്യും? രാധേശ്യാം രാധേശ്യാം എന്ന് അവരുടെ കൂടെ പാടാൻ തുടങ്ങി. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഭഗവാൻ പുച്ഛത്തോടുകൂടി കണ്ടിരുന്ന ഒരു കഥാപാത്രമാണ് ഗാന്ധാരി എന്ന് പറയാം. വളരെയധികം കേട്ടും. കാരണം നിങ്ങൾ നേരാവണ്ണം കണ്ണു തുറന്ന് ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു. ഒരിക്കലും ഞാൻ എന്നെ ഒരു ആചാര്യസ്ഥാനത്ത് കാണുന്ന ഒരാളല്ല. ഞാൻ എപ്പോഴും പറയാനുള്ളത്, ഞാൻ കഥ പറയുന്ന ആളാണ്. ആചാര്യനും കഥ പറയുന്ന ആളും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്.